അറിയില്ല. അല്ല ഒരു കാലത്ത് CM ആയിരുന്ന കാലത്ത് EK നായനാര് ദൂരദർശനിലൂടെ ജനങ്ങളായിട്ട് സംവദിച്ചിരുന്നു. എന്തെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ജസ്റ്റ് അന്നത്തെ കാലഘട്ടത്തിൽ ഓർമ്മയുണ്ടോ പറഞ്ഞ ഒരു ഫോൺ കോൾ പരിപാടി ഉണ്ടായിരുന്നു സാറുണ്ടായിരുന്നു. അപ്പൊ അത് കാസർഗോട്ടുള്ള, അതായത് അന്ന് ദൂരദർശൻ മാത്രമേ ഉള്ളൂ. അന്ന് ടെലിഫോണിലൂടെ. അതെ, ഒരു ടെലിഫോൺ പല തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള ആളുകൾ വരെ ടെലിഫോൺ ടെലിഫോൺ സംഭാഷണമായിരുന്നു. നായനാരെ വിളിക്കുമായിരുന്നു. പിന്നീടാണ് ജനകീയമായിട്ടുള്ള നേരിട്ട് ജനങ്ങളോട് സംവദിക്കാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചത്. നേരിട്ട് പാലക്കാട് എല്ലാ ജില്ലകളിലും പോയിട്ട് നേരിട്ടുള്ള സംഭാഷണമായിരുന്നു, നേരിട്ടുള്ള ഇടപെടലുകൾ, നേരിട്ടുള്ള പരിഹാരങ്ങളായിരുന്നു. വില്ലേജ് ഓഫീസ്, താലൂക്കിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് പേപ്പർ കൊണ്ട് അങ്ങനെ. പക്ഷെ അന്ന് നായനാര് അതിനു മുമ്പ് തുടക്കം കുറിച്ചിരുന്നു അല്ലേ? നായനാര് സാറുള്ള സമയത്ത് മറ്റേ ഫോൺ കോൾ സംഭാഷണമായിരുന്നു. അപ്പോ അതിനെ കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രി അപ്പൊ അതിനെ കുറിച്ചൊരു അങ്ങനെ പറഞ്ഞപ്പോ ഒരു ചെറിയൊരു കോമഡി ചെയ്യാൻ തോന്നി. അതായത് എന്റെ ഒരു മനസ്സിൽ വരുന്നതാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്നറിയാം. അപ്പൊ പണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ട, അതായത് ഫുൾ അദ്ദേഹം ആര് ഫോൺ വിളിച്ചാലും ഒരു അദ്ദേഹത്തിന്റെ മറുപടി കുട്ടിയല്ല, കുട്ടിക്കാലമല്ല, എന്നാലും ഒരു 10 വയസ്സുണ്ടാവും. എനിക്ക് വയസ്സിന്റെ ഓർമ്മയൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പഴയ കാലത്തിലെ ഒരു ഫോൺ കോൾ സംഭാഷണം ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കേട്ട കേൾവിയിൽ പറയാം. അപ്പൊ ഒരു കോള് അങ്ങനെ ഒരു കോള് വരും. അപ്പോ മിനിസ്റ്റർ ആണല്ലോ എടുക്കുക. പറഞ്ഞോളൂ. ഹലോ, സാർ കാസർഗോഡ് നിന്നാണ്. പറയൂ കാസർഗോഡ് നിന്നാണ്. ആരാണ്? കാസർഗോഡ് നിന്ന് രാമകൃഷ്ണനാണ്. പറയൂ രാമകൃഷ്ണ. പറയൂ രാമകൃഷ്ണ, എന്താ നിന്റെ പ്രശ്നം? ഹലോ പറയൂ രാമകൃഷ്ണ, എന്താ നിന്റെ പ്രശ്നം? കാസർഗോഡ്. നമ്മുടെ കാസർഗോട്ടുകാര്, എന്താ നിന്റെ പ്രശ്നം? രാമകൃഷ്ണൻ. രാമകൃഷ്ണൻ നമ്മുടെ കാസർഗോട്ടുകാരൻ രാമകൃഷ്ണൻ. എന്താ രാമകൃഷ്ണ പറയോ? പിന്നെ സാറേ ഇവിടെ നമ്മുടെ തൊട്ട് പഞ്ചായത്തില് പഞ്ചായത്തില് എന്താ പഞ്ചായത്തിലെ പ്രശ്നം? പഞ്ചായത്തിലൊരു കുളമുണ്ട്. കുളത്തിൽ എന്താ പ്രശ്നം? കുളത്തിൽ കുളിക്കാൻ പറ്റില്ലേ? കുളത്തിൽ കുളിക്കാൻ പറ്റില്ല സാറേ, ഇവിടെ ഭയങ്കര കൊതുക. കൊതുകിന് ഇപ്പൊ നമ്മ എന്താ ചെയ്യാ? കൊതുക് മാത്രമല്ല സാറേ, പിന്നെന്താ? കുളം അങ്ങനെ അപ്പൊ കാസർഗോട്ടിലെ രാമകൃഷ്ണ, കാസർഗോട്ടിലെ ഏതാ പഞ്ചായത്ത്? അത് നമ്മുടെ പഞ്ചായത്തിന്റെ നിങ്ങൾ പറഞ്ഞിട്ടെ. അല്ല സാറേ, ഞാൻ പറഞ്ഞു. എന്നാ പറയൂ രാമകൃഷ്ണ, കാസർഗോട്ടുകാരൻ രാമകൃഷ്ണൻ, നമ്മുടെ കാസർഗോട്ടുകാരൻ രാമകൃഷ്ണൻ, എന്താ പറയൂ രാമകൃഷ്ണ? പഞ്ചായത്തിന് മൊത്തം. അതെ സാറേ, പഞ്ചായത്തിന് മൊത്തം കൊതുകും കുളം പറ്റിച്ചിട്ടും രാമകൃഷ്ണന്റെ പ്രശ്നം എന്താണെന്ന് പറയൂ രാമകൃഷ്ണ, നമ്മുടെ കാസർഗോട്ടുകാർ. അപ്പൊ കാസർഗോട്ടുകാരൻ രാമകൃഷ്ണൻ വിളിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യൂ രാമകൃഷ്ണ, നമ്മുടെ പഞ്ചായത്തിലെ പ്രസിഡന്റ് അല്ല. ഇല്ല സാറേ, ഞാൻ അവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നാ ഒന്നും കൂടെ പരാതി കൊടുത്തിട്ട് നീ CM-നെ വിളിച്ച് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. നമ്മുടെ കാസർഗോട്ടുകാരൻ രാമകൃഷ്ണൻ, നിന്റെ പരാതി നമ്മളിവിടെ നോക്കിയിട്ട് അവിടുത്തെ പഞ്ചായത്തുകാരൻ വിളിക്കാട്ടോ. ഓക്കെ. പിന്നെ വേറെന്താ രാമകൃഷ്ണ വിശേഷം? സാറേ, പിന്നെ ഇവിടെ ബൾബ് കത്തുള്ള ഏതാ ബൾബ് കത്തും? നമ്മുടെ അവിടുത്തെ പഞ്ചായത്തിന് ബൾബ് കത്തുള്ളൂ. ഓക്കെ, അതും കൂടി ഒന്ന് ചേർത്തിട്ട് കാസർഗോഡൻ രാമകൃഷ്ണൻ പഞ്ചായത്തിന് ബൾബും കത്തുള്ള നമ്മുടെ കാസർഗോഡ് രാമകൃഷ്ണൻ. ശരി രാമകൃഷ്ണ, എന്നാ പിന്നെ നീ പഞ്ചായത്തിലെ അവിടെ ഒന്ന് ഒരു പരാതി കൊടുത്തോ. ഓന്റെ പരാതി എന്താന്ന് വെച്ചാ നമ്മളിവിടെ ക്ലിയർ ആക്കി ചെയ്തു തരാം കേട്ടോ. ഓൻ മറ്റേ പാർട്ടിയാ, കാസർഗോഡ് രാമകൃഷ്ണൻ.